لنا القرآن رباني وعلى في الورى شاني. والله أحد സൂറത്ത് അത് ഖുർആന്റെ മൂന്നിലൊരു ഭാഗമാണ് ചൊല്ലുക. ഇനി ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം എന്തിനാ എന്ന് പരിശോധിക്കുമ്പോൾ ഈ സൂറത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ സമയത്ത് അവിടെ മുശ്രിക്കീൻ എന്താക്കിക്കൊണ്ടിരുന്നെങ്കിൽ അങ്ങ് ബിംബത്തെ ആരാധിച്ചുകൊണ്ടിരുന്നാർ. അങ്ങനെ കയ്യിലെ ബിംബം ആക്കിയിട്ട് വിഗ്രഹമാക്കിയിട്ട് അതിൽ ആരാധിച്ചുകൊണ്ടിരുന്നാർ. അത് മാത്രമല്ല അതിന് എങ്ങനെ ആവശ്യം പൂർത്തിയാവുന്നതിനായിട്ട് ആ ബിംബത്തെ മുന്നിൽ പോയിട്ട് അങ്ങ് പ്രാർത്ഥന ആക്കിക്കൊണ്ടിരുന്നാർ. അത് മാത്രമല്ല നല്ല നല്ല നാൾ വരുമ്പോൾ ആ ബിംബത്തിന് വേനായിട്ട് ഇങ്ങനെ അറുത്തു കൊടുത്തുകൊണ്ടിരുന്നാർ. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുശ്രിക്കീങ്ങളേക്ക് പോയിട്ട് ചൊല്ലോ, നിങ്ങൾ ആക്കിയ സുറ ഇത് ശരിയല്ല, നിങ്ങൾ വലിയ പൊട്ടത്തരാക്കിക്കൊണ്ടുള്ളാർ, വിഡ്ഢിതരാക്കിക്കൊണ്ടുള്ളാർ, ആ നിങ്ങൾ ആക്കിയ ആ കൈകൊണ്ടാക്കിയ വിഗ്രഹത്തിനെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടുള്ളാരല്ലേ, ഇത് ശരിയല്ല എന്ന് ചൊന്നിട്ടു അയക്ക് പേനായിട്ട് നിങ്ങൾ അതിരൊട്ടിയെ ദ്വാരന്നുകൊണ്ടുള്ളാരല്ലേ, ഇത് ശരിയല്ല എന്ന് ചൊന്നു നിങ്ങൾ ആക്കരുത് വിഡ്ഢിത്തരമാണെന്ന് ചൊന്നിട്ട് അങ്ങ് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടാകുമ്പോൾ അങ്ങ് ചിലങ്ങ പഠിക്കുക പേനായിട്ട് അല്ലെങ്കിൽ ചിലങ്ങ കലിയാക്കിയിട്ട് ഡോങ്കിയാക്കിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളേക്ക് കേൾക്കിടാറ്. അപ്പൊ ഞങ്ങാക്കിട്ട് സ്വറ വിഡ്ഢിത്തരാണെങ്കിൽ ഞങ്ങളെ വിഗ്രഹം അത് പിന്നെ ഇലാഹ അല്ലെങ്കിൽ അപ്പൊ നിങ്ങളെ ഇലാഹിനെ കുറിച്ച് ഞങ്ങൾക്ക് ചൊന്നുത്താ, നിങ്ങളെ ഇലാഹ എന്തിരെ ചിലങ്ങ ഡോങ്കിയാക്കിയിട്ട് കേട്ടാറ് അത് സ്വർണ്ണമാ വെള്ളിയാ അല്ലെങ്കിൽ വേറെന്തെങ്കാ അല്ലെങ്കിൽ ചില കേട്ടാറ്. അപ്പൊ നിന്റെ ഇലാഹിനെ കുറിച്ച് ഞങ്ങൾക്ക് ചൊന്താൻ ചെന്നിട്ടാകുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കിട് നന്റെ ഇലാഹ ആറുകൻ ചെന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ട് പരിശുദ്ധമായ ഈ സൂറത്ത് ഇറക്കി കൊടുക്കും. കാരണം നന്റെ ഇലാഹ നന്റെ അള്ളാഹു ആറ് ചെന്നിട്ടു ഈ സൂറത്തിൽ ചെന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സൂറത്ത് ഓതി കൊടുക്കും. അതായത് ഈ സൂറത്ത് ഓതുമ്പോ നബിയെ ജിബ്രീൽ വന്ന് ചൊല്ലിട്ട്, നബിയെ നിങ്ങളെ ഇലാഹാറുണ്ടല്ല കേട്ട് പുൽ നിങ്ങൾ ചൊല്ലറു നബിയെ ഹുവല്ലാഹു അഹദ്, ആ അള്ളാഹു അവൻ ഒരുത്തനായിട്ടിക്കട, അവൻ ഒരു ജണ്ടാല് അവൻ്റെ ഒട്ടിಗೆ ಸೇರಾಟಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ, ಅವನು ವರ್ತನಾയിട്ടിക്കട ഒരുവനായിട്ടിക്കട. അത് മാത്രമല്ല അള്ളാഹു സ്വമദ്, അവനൊരു സ്വമദായിട്ടിക്കട. സ്വമദ് ചൊന്നെങ്കിൽ അവൻ്റെ പിന്നെ അവനാരെയും ആശ്രയിക്കില്ല. സ്വമദിന്റെ അർത്ഥം അവനാരെയും ആശ്രയിക്കില്ല, ഞങ്ങളെന്തോ അവൻ ആശ്രയിക്കില്ല, പക്ഷേ ഞങ്ങൾ എന്താക്കട അള്ളാഹുനെ ആശ്രയിക്കട, അങ്ങനത്തെ അവനായിട്ടിക്കട അള്ളാഹു സുബ്ഹാനഹു വ തആല. അത് മാത്രമല്ല ലം യലിദ് വലം യൂലദ്, ആ അള്ളാഹു ആര് കൊണ്ടുണ്ട ലം യലിദ്, അവൻ യലിദ് വലം യൂലദ്, ഒരാളെയും പ്രസവിച്ചിട്ടില്ല, അവൻ്റെ ഒരാളും പ്രസവിച്ചിട്ടില്ല നബിയെ ചൊല്ലർ നബിയെ. അപ്പൊ ആ മക്ക മുശ്രിക്കീങ്ങൾ ചൊന്നോണ്ടിരുന്നാറ് ഈ അള്ളാഹു ആറ് കൊണ്ടുണ്ട അള്ളാഹു പിന്നെ ഉസൈർ ചൊല്ലവൻ അള്ളാഹുടെ മോനായിട്ടിക്കിട്, അതുപോലെ ഈസ നബി അലൈഹി സ്വലാം അള്ളാഹുടെ മോനായിട്ടിക്കിട്, അല്ലെങ്കിൽ മലായിക്കീങ്ങൾ ബനാത്തുള്ള അള്ളാഹുടെ പെൺമക്കായിട്ടിക്കിട് അങ്ങ് ഡോങ്കിയാക്കിക്കൊണ്ടിരുന്നാറ്. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് കൊടുക്കണേ ലം യലിദ് വലം യൂലദ്, അവൻ ഒരാളെയും പ്രസവിച്ചിട്ടില്ല, അവന്റെ ഒരാളും പ്രസവിച്ചിട്ടില്ല. അവന്റെ ഒരാൾ പ്രസവിച്ചെങ്കിൽ എന്തായിട്ട് അവന്റെ അള്ളാഹുടെ മുന്നിൽ ഒരാൾ ഉണ്ടുണ്ടായിട്ട്, അതുകൊണ്ട് അള്ളാഹുടെ ഒരാളും പ്രസവിച്ചിട്ടില്ല, അവന്റെ മുന്നിൽ ഒരാളും ഒരു വിഷയം അള്ളാഹുടെ മുന്നിൽ ഇല്ലാണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് കൊടുക്കുന്നത്. എന്നിട്ട് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുക്ക് യോജിച്ച ഒരാളെയും ഒരു വിഷയത്തെയും ഒന്നിനെയും നിങ്ങൾ കാണുക സാധ്യമില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് ഓതി കൊടുക്കണം. അപ്പൊ അങ്ങാക്കിടെ സ്വറ നിങ്ങൾ വിഗ്രഹത്തെ ആക്കരുത്, അത് ശരിയല്ല, ഞങ്ങൾ അള്ളാഹുടെയാണ് ഞങ്ങൾ ഇലാഹാക്കിടെ, ഞങ്ങളെ ഇലാഹ ആറ് കേട്ടിട്ടാകുമ്പോൾ വിശേഷണം എന്ത് കേട്ടിട്ടാകുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ട് ഈ പരിശുദ്ധമായ ഈ സൂറത്ത് ഓതി കൊടുക്കണം. ഈ സൂറത്തിൽ ഞങ്ങളെ വിശ്വാസപരമായിട്ടുള്ള അള്ളാഹുടെ കുറിച്ചിട്ടുള്ള പഠിക്കുള്ള എല്ലാ വിഷയം ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തിയത്. അത്രയും വലിയ ഒരു വിഷയമാണ് ഈ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു സൂറത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നല്ല രൂപത്തിൽ ഓതുകയും അതിനെ മനസ്സിലാക്കുകയും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇലാ ഹദ്റത്തി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഞങ്ങൾ ഓതിയ ഫാത്തിഹ സൂറത്ത് ചൊന്ന വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ.